ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിലെ 1700 തടവുകാരെ കൂട്ടത്തോടെ തുറന്നുവിട്ടപ്പോൾ ചിലരെ പുറത്തുവിട്ടത് ട്രാക്കിംഗ് സംവിധാനം പോലും ഘടിപ്പിക്കാതെയാണ്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാത്ത തടവുകാരെ ഇത്തരത്തിൽ വിട്ടയക്കുമ്പോൾ ഇവരെ ആവശ്യമെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുവാനായി ഇലക്ട്രോണിക് ട്രാക്കിംഗ് ടാഗ് ശരീരത്തിൽ ഘടിപ്പിക്കണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ടാഗിന്റെ ലഭ്യതക്കുറവും ഇത് ഘടിപ്പിക്കാനായി ഏറെ കാലതാമസമുണ്ടായതും പലർക്കും തുണയായി. ട്രാക്കിംഗ് സംവിധാനം ഘടിപ്പിക്കാതെയാണ് പല തടവുകാരും പുറത്തുപോയത് എന്ന് ഇപ്പോഴുള്ള അന്വേഷണങ്ങളിൽ വ്യക്തമാകുന്നത്. ഇവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കും സമൂഹത്തിനാകെയും സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് ഇതിലൂടെ സംജാതമാകുന്നത്. ജയിലുകളിൽ അധിക തിരക്ക് ഒഴിവാക്കാനായി കഴിഞ്ഞയാഴ്ച ഒറ്റയടിക്ക് തുറന്നുവിട്ടത് 1700 തടവുകാരെയാണ്. 4 വർഷത്തിൽ താഴെ മാത്രം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയാണ് ഇത്തരത്തിൽ നേരത്തെ മോചനം നൽകി വിട്ടയച്ചിരിക്കുന്നത്. ഇതിൽ ഡൊമസ്റ്റിക് അബ്യൂസ്, സെക്സ് ഒഫൻസ് എന്നിവയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ ശിക്ഷാ ഇളവ് നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പുറത്തുവിടുന്നവരെ ട്രാക്ക് ചെയ്യാനായി ഇലക്ട്രോണിക് ടാഗ് കാലിൽ ഘടിപ്പിക്കണമെന്നും നിബന്ധനയുണ്ടായിരുന്നു. രാത്രി 7 മുതൽ രാവിലെ 7 വരെ വീട്ടിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശിച്ചിട്ടും ഇത് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ കഴിയും വിധം ട്രാക്കിംഗ് ടാഗ് ധരിപ്പിച്ചുമാണ് പ്രതികളെ വിട്ടയക്കേണ്ടിയിരുന്നത്. എന്നാൽ പലരുടെയും കാര്യത്തിൽ ഇത് വാക്കാലുള്ള നിർദ്ദേശത്തിൽ ഒതുങ്ങി. ജയിൽ മോചിതരായ പലരുടെയും കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരെ അറിയിക്കാതെയാണ് ഇവർക്ക് മോചനം നൽകിയത് എന്ന വിമർശനം ശക്തമായി തുടരുകയാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് ടാഗ് പലർക്കും നൽകിയിട്ടില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നത്. കുറ്റവാളികൾ പലരും പുറത്തു വന്നതോടെ ഇവരുടെ അക്രമത്തിന് ഇരയായവർ പലരും പേടിച്ചു കഴിയേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന് മൊഴി നൽകിയതിൻ്റെയും ശിക്ഷ ഉറപ്പാക്കാൻ നിയമ നടപടികൾ കൈക്കൊണ്ടതിൻ്റെയും പേരിൽ കുറ്റവാളികളിൽ നിന്നും വീണ്ടും അക്രമം ഉണ്ടാകുമോ എന്ന ഭയമാണ് പലർക്കുമുള്ളത്. ഇരകളായവർക്ക് ആവശ്യമായ മുൻകരുതൽ നടപടികൾ എടുക്കാൻ പോലും സമയം നൽകാതെയും പലരെയും അറിയിക്കാതെയുമാണ് കുറ്റവാളികളെ മോചിപ്പിച്ചത് എന്നാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് വിക്ടിംസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന വിമർശനങ്ങൾ ഒരു വഴിയിൽ തുടരുമ്പോഴും വരും മാസങ്ങളിൽ കൂടുതൽ തടവുകാരെ പുറത്തുവിടാനുള്ള ഒരുക്കത്തിലാണ് ജയിൽ വകുപ്പ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.